ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നിങ്ങൾക്ക് എന്റെ കയ്യിലുള്ള സംഭവം കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ലേ ഇന്ന് കൂന്തൽ വെച്ച് എന്തോ ഒരു പരിപാടിയാണെന്ന്. കൂന്തൽ വെച്ച് നമുക്ക് അടിപൊളി ഒരു കൂന്തൽ ബിരിയാണി ഉണ്ടാക്കിയല്ലോ ഗൈസ്. അപ്പൊ രാത്രി ആയി കഴിഞ്ഞാൽ എനിക്ക് ഏട്ടനൊക്കെ ഒരു ക്രേവിങ്സ് ആണ് കേട്ടോ, എന്തെങ്കിലും സ്പെഷ്യൽ കഴിക്കണമെന്ന്. ഉച്ചയ്ക്ക് നമ്മൾ സാധാ ചോറും കറിയും കഴിച്ചാൽ അത് രാത്രി കഴിക്കാൻ ഞങ്ങൾക്ക് പൊതുവേ മടിയാണ്. അപ്പൊ ഞങ്ങൾ ചപ്പാത്തി എന്തെങ്കിലുമാണ് ഉണ്ടാക്കാട്ടോ. അപ്പൊ ഇന്ന് ഏട്ടൻ നല്ല കൂന്തൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒന്നും നോക്കിയില്ല, അതുകൊണ്ട് ഒരു ബിരിയാണി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടോ. ചെമ്മീൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി ഒക്കെ നമ്മൾ എപ്പോഴും ഉണ്ടാക്കുമെങ്കിൽ ഈ കൂന്തലിലേക്ക് അങ്ങോട്ട് ഇതുവരെ പരീക്ഷണത്തിന് പോയിട്ടില്ല കേട്ടോ. അപ്പൊ എന്താ, കൂന്തലൊക്കെ അമ്മ നല്ല വൃത്തിയാക്കി കട്ട് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിതാ ആവശ്യത്തിനുള്ള വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്യണം. അപ്പൊ ഇതാ ഉള്ളിയാണ് ആദ്യം തന്നെ വിചാരിച്ച് കൈകൊണ്ട് അരിഞ്ഞെടുക്കാന്നിട്ട് ഗൈസ്. പിന്നെ നല്ല മൂർച്ചയുള്ള കത്തിയായിരുന്നു, പണി കിട്ടുന്ന എനിക്ക് മനസ്സിലായി. 8ന്റെ പണിയും 16ന്റെ പണിയൊക്കെ ഒരുമിച്ച് കിട്ടുമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കട്ടിംഗ് ബോർഡ് എടുത്ത് വന്നിട്ടോ. ഇതിലാകുമ്പം എളുപ്പത്തിന് നല്ല കുനുകുനാന്ന് നമുക്ക് ഉള്ളി അരിഞ്ഞെടുക്കുകയും ചെയ്യാം, വേഗം സമയം നമുക്ക് ലാഭിക്കുകയും ചെയ്യാം, വേഗത്തിൽ കിട്ടുകയും ചെയ്യും കേട്ടോ. അങ്ങനെ ഇതാ കുനുകുനാന്ന് ഉള്ളിയൊക്കെ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് എനിക്ക് വേട്ടനാണ് ഭയങ്കര ക്രേവിങ്സ് കേട്ടോ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ രാത്രി കഴിക്കാൻ. അപ്പൊ അമ്മനോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞാ നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാലോ. പിന്നെ ഒന്നും നോക്കിയില്ല ഗൈസ്, കൂന്തലെടുക്കലും കട്ടയിലൊക്കെ കഴിഞ്ഞു. പിന്നെ എന്താ, നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, സോറി മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു ചീൻചട്ടി ചൂടാക്കിയിട്ട് ഇതിന് വേണ്ട മസാല ഉണ്ടാക്കണം. അപ്പൊ മസാല പൊതുവേ ഉണ്ടാക്കാറ് ഞാനാണ് കേട്ടോ, എന്നാലും അതിൽ പൊടികളൊക്കെ ഇട്ടതൊരു അമ്മയാണ്. മസാല ഞാൻ ഏറ്റെടുത്തോടു കൂടി ചോറ് അമ്മ ഉണ്ടാക്കിക്കോളാന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ ഞാനിതാ മസാല ഉണ്ടാക്കുന്നതിലേക്ക് കിടന്നിട്ടോ. അപ്പൊ ചീൻചട്ടിയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് നമ്മുടെ ഉള്ളിയും തക്കാളിയും എല്ലാം ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ. അപ്പൊ നിങ്ങളിങ്ങനെ രാത്രി ഇങ്ങനെ പൂതിയൊക്കെ ഉള്ള ആളുകളാണോ? ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ പൂതികൾ ഉണ്ടാകുമ്പോൾ വീട്ടിലുണ്ടെങ്കിൽ അത് ഉണ്ടാക്കും കേട്ടോ. അപ്പൊ ഇതൊരു തട്ടിക്കൂട്ടി കൂന്തൽ ബിരിയാണിയാണ്, അത്ര പ്രൊഫഷണൽ ഒന്നും അല്ല കേട്ടോ. അപ്പൊ അതാ നമ്മള് ചീൻചട്ടി വെച്ചിട്ടുണ്ട്, അതിലേക്ക് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഉള്ളിയും തക്കാളിയൊക്കെ ഒരുമിച്ചിട്ട് കേട്ടോ. ശരിക്കും ഉള്ളി ഒന്ന് വാടി കഴിഞ്ഞിട്ടാണ് തക്കാളിയൊക്കെ ഇടേണ്ടത് കേട്ടോ. അപ്പൊ ഞാൻ എളുപ്പത്തിന് വേണ്ടി വേഗം ഇട്ടതാണ്. പിന്നെ മാത്രമല്ല നമ്മുടെ കൂന്തലിൽ നിന്ന് ഒരുപാട് വെള്ളമൊക്കെ ഇറങ്ങുന്നതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് കൂന്തളും കൂടെ ഇതിന്റെ കൂടെ ഇടാന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്തത്. അപ്പോഴാണ് അമ്മ പറഞ്ഞത്, മോളെ കൂന്തൾ പൊരിച്ചിട്ടല്ലേ നമ്മൾ ഇതിലിടുക. അപ്പോഴാണ് ഞങ്ങൾക്ക് പൊരിക്കേണ്ട കാര്യം ഓർമ്മ വന്നത്. ശരിക്കും നമുക്ക് ഈ ചീൻചട്ടിയിലേക്ക് ആദ്യം കൂന്തൾ പൊരിച്ചിട്ട് പിന്നെ ഉള്ളി വാട്ടിയാൽ മതിയായിരുന്നില്ല ഗൈസ്. അല്ലെങ്കിൽ ഞാനിങ്ങനെ ആവശ്യത്തിന് എനിക്ക് ആ ബുദ്ധി വർക്ക് ചെയ്യില്ല കേട്ടോ. കുറെ കഴിഞ്ഞിട്ടാണ് എനിക്ക് എൻ്റെ ബുദ്ധി ഒന്ന് വർക്ക് ചെയ്യുക. നിങ്ങളിങ്ങനെ എന്നെ പോലെ ബുദ്ധിയുള്ള ആളുകളാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും കേട്ടോ. അങ്ങനെ ഞാൻ എന്നാലും വേണ്ടിയുള്ള സാറിൽ 2 ചീൻചട്ടി വീട്ടിലുള്ളതുകൊണ്ട് നമുക്ക് അപ്പുറത്ത് പൊരിക്കും ഇപ്പുറത്ത് വാട്ടുകയും ചെയ്യാന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ ഇതാ ചീൻചട്ടിയിലിട്ട് വാട്ടലാണ് കേട്ടോ. അപ്പം വേഗം ഞാൻ കൈകൊണ്ട് ചീൻചട്ടി പിടിക്കാൻ പോയപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഗൈസ് അടുത്തത് എനിക്ക് കൈ പൊള്ളിയിട്ട് അതിന്റെ മേലേക്ക് നടക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമുക്കൊരു ഇറുക്കി എടുക്കാം. ഈ ഇറുക്കിക്ക് നിങ്ങൾ എന്താ പറയുക, ഞാനത്തെ പേരാണ് കേട്ടോ ഇറുക്കി. നിങ്ങൾ അതിനെന്താ പറയുക, നമ്മൾ ഈ പാത്രമൊക്കെ കൂട്ടി പിടിക്കുന്ന സാധനത്തിന് ഒരു ഇരുമ്പിന്റെ സാധനമല്ലേ, ഞാൻ അതിന് ഇറുക്കിയത് പേരിട്ടു കേട്ടോ. അപ്പം നിങ്ങളും ചിലവരൊക്കെ ഇറുക്കിന്നായിരിക്കില്ലേ വിളിക്കുക. അപ്പം എന്താ ഇതാ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിന്റെ പേസ്റ്റൊക്കെ ഞാൻ ഈ ഉള്ളിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വാട്ടി എടുക്കുന്നുണ്ട് ഗൈസ്. ഈ വാട്ടിലൊരു ടാസ്ക്കാണ് ഗൈസ്. ഉള്ളി നന്നായിട്ട് വാടി വന്നാലേ നമ്മളെ ബിരിയാണി ടേസ്റ്റ് ആവുള്ളൂ. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട്. ഈ തക്കാളി ആദ്യം ഇട്ടത് അതിബുദ്ധിയായെന്ന് എനിക്ക് നന്നായിട്ട് തോന്നി, കാരണം ഉള്ളി പെട്ടെന്ന് വാടൂല, കാരണം ഈ തക്കാളി ഇങ്ങനെ ഇടാൻ പാടില്ല. അതിനിടയിൽ ഉള്ളിയൊക്കെ സൈഡിൽ കൂട്ടി വെച്ച് ഞാനൊരു പാത്രം വെച്ച് മൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് അമ്മ ഇതാ നമുക്ക് കൂന്തളിന് മസാലയൊക്കെ ഇതാ തേച്ച് വെക്കുന്നുണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ രണ്ടാമത്തെ ചീൻചട്ടി എടുത്തിട്ട് നമ്മൾ അടുത്ത ഗ്യാസിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് നമുക്കിത് പൊരിച്ചെടുക്കാം ഗൈസ്. അപ്പം നമ്മുടെ മസാല അവിടെ റെഡി ആകുമ്പോഴത്തേക്ക് നമ്മുടെ പൊരിക്കൽ ഇവിടെ നടക്കുകയും ചെയ്യട്ടോ. അപ്പം നമുക്ക് 2 പണി എളുപ്പത്തിൽ നടക്കാം. വയറ്റുന്നാണെങ്കിലോ വിശന്നിട്ട് കാളുന്നുണ്ടായിരുന്നു ഗൈസ്. ഞങ്ങൾക്ക് അങ്ങനെയാണല്ലോ, അല്ലെങ്കിൽ 8:30 ആകുമ്പോഴാണ് ഞങ്ങൾക്ക് ബിരിയാണിക്കൊക്കെ പൂതി വരിക. അപ്പം എന്തായാലും എല്ലാവരും ഒരുപോലത്തെ ആളുകളായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ ഇതാ കൂന്തളൊക്കെ പൊരിക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഉള്ളി അവിടെ വാടുന്നുണ്ട് കേട്ടോ ഗൈസ്. കൂന്തൾ പൊട്ടി തെറിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. അപ്പം നല്ലോണം മൂടി വെച്ചിട്ട് പൊരിക്കണം കേട്ടോ. കുറേ അബദ്ധങ്ങൾ ഞങ്ങൾക്ക് ഇതുപോലെ പറ്റിയതാണ് കേട്ടോ. നമ്മളെ വീടും നാറും, നമ്മളെ മുഖവും പോവും, അങ്ങനെ ചില അപകട മേഖലകളൊക്കെ ആണ് ഇത്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും കൂന്തൽ പൊരിക്കുകയാണെങ്കിലും ഫ്രൈ ചെയ്യുകയാണെങ്കിലും പ്രത്യേകിച്ച് പൊരിക്കുമ്പോൾ നന്നായിട്ട് മൂടി വെച്ചിട്ട് മാത്രമേ പൊരിക്കൂ കേട്ടോ. എന്നാൽ നമുക്ക് അപകടങ്ങളിൽ നിന്ന് തരണം ചെയ്യാം ഗൈസ്. അങ്ങനെ നമ്മുടെ ഉള്ളി ഏകദേശം വാടിയപ്പോൾ അതിലേക്ക് മസാലകളൊക്കെ ഇടാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ ഞാൻ പറയാറില്ലേ എപ്പോഴും മസാല അമ്മ ഇടുന്നതിലാണ് എനിക്ക് തൃപ്തിന്ന്. അങ്ങനെ അമ്മ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടെ ഇടുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ പിന്നെ എന്താണ്, എല്ലാ ബിരിയാണിക്കും ചിക്കൻ മസാല ഒഴിവാക്കൂല കേട്ടോ. അതിനിപ്പോൾ ചിക്കൻ ബിരിയാണി ആണെങ്കിലും ചെമ്മീൻ ബിരിയാണി ആണെങ്കിലും എന്ത് ബിരിയാണി ആണെങ്കിലും ചിക്കൻ മസാല വിട്ട് കളിയില്ല കേട്ടോ. ഫിഷ് ബിരിയാണി എന്ന് പേരുണ്ടെങ്കിലും ചിക്കൻ മസാല ഞങ്ങൾക്ക് നിർബന്ധമാണ് കേട്ടോ. നിങ്ങൾ ഞങ്ങളെ പോലെയാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ. നമ്മുടെ
ഉള്ളിയൊക്കെ ഇവിടെ വാടി വന്നപ്പോഴേക്ക് അതിലേക്ക് ഞാനിതാ കൂന്തൽ പൊരിച്ചതും കൂടി ഇട്ടിട്ട് മസാല നന്നായിട്ട് ഇളക്കി ഒന്ന് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് അമ്മ ഇവിടെ ചോറിന്റെ പണി തുടങ്ങി. ഇനി എനിക്ക് പണിയൊന്നുമില്ല, ഇതിൽ വീഡിയോ എടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ, ബാക്കി ചോറിന്റെ കാര്യം അമ്മ ഏറ്റോളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ ചോറൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു കുഴിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ എളുപ്പത്തിന് നമ്മൾ മസാലയൊക്കെ തട്ടി ഒന്ന് ദമ്മ ചെയ്യുന്ന പോലെ വെച്ചിട്ടുണ്ടോ. നല്ല ആധികാരികമായി ദമ്മൊന്നും ചെയ്തതല്ല, ഒരു രസത്തിന് വേണ്ടിയിട്ടൊന്ന് അതിലേക്ക് മസാലയൊക്കെ പിടിച്ചോട്ടെ എന്ന് വെച്ച് ദമ്മൊക്കെ ചെയ്ത് ഇങ്ങനെ നമ്മുടെ കൂന്തൽ ബിരിയാണി, തട്ടിക്കൂട്ട് കൂന്തൽ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. നിങ്ങൾക്ക് കൂന്തൽ ഇഷ്ടമാണോ? എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഫിഷാണ് കൂന്തൽ കേട്ടോ. അങ്ങനെ അടിപൊളി കൂന്തൽ ബിരിയാണി. തൈര് ഉണ്ടായിരുന്നില്ല കേട്ടോ ഗൈസ്, അച്ചാറുണ്ടായിരുന്നില്ല. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ കഴിച്ചു നോക്കിട്ടോ. ആഹാ സൂപ്പർ, എന്താ രസം. എന്നാലും നമ്മുടെ ചെമ്മീൻ ബിരിയാണിൻ്റെ ചിക്കൻ ബിരിയാണിന് എത്ര ടേസ്റ്റ് ഒന്നും കൂന്തൽ ബിരിയാണിക്ക് ഇല്ല കേട്ടോ. കൂടെ ഒരു കക്കരിയും കൂടെ കഴിച്ചിട്ട് ഇന്നത്തെ കലാപരിപാടികൾ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇനി വീണ്ടും കാണാം.